ഓം നമോ നാരായണായ. ശ്രീ പത്മനാഭസ്വാമിക്ക് വേണ്ടി ദേവി ലക്ഷ്മി സംസാരിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള വീഡിയോ. കരിനീലി ദേവി സ്ഥിരവാസം ആരൂഢം ശരീരം സംസാരിക്കുന്നു. 43 വർഷം മുമ്പ് മുതൽ നാഗദൈവത്തിൻ്റെ പൂജ ചെയ്ത് മുട്ട വഴി കയറ്റിവിടുന്ന ആളുകൾ 2 പേര് കുടുംബത്തിലുണ്ട്. ഒന്ന് രത്നകുമാരി, ഒന്ന് ലളിത, ഒന്ന് വെളിയിലുള്ള ഒരു സ്ത്രീയായിട്ട് കാണിക്കുന്നു. 43 വർഷം മുമ്പ് തുടങ്ങിയ ബിസിനസ് നെയ്യാറ്റിൻകര കോൺവെൻറ്റ് റോഡ് പപ്പട ബിസിനസ്കാരിയിൽ നിന്നും മുട്ട കടം വാങ്ങുകയോ അവിടെ നിന്ന് എന്തോ മുഖവിലയ്ക്ക് എടുക്കുകയോ ചെയ്തിരിക്കുന്നു. അവരുടെ മക്കളെല്ലാം നശിച്ച ശേഷം അധ്യാപികയുടെ അനുഗ്രഹത്തോടു കൂടി കോൺവെൻറ്റ് റോഡിൽ ഇരിക്കുമ്പടി പപ്പടം വാങ്ങിച്ചതിൻ്റെ പേരിൽ പിന്നെ അവർക്ക് ഒരു താങ്ങായിട്ട് ഒരാൾ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ദേവി സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുട്ടകൾ മെഡുല ഒബ്ലങ്കേറ്റ എന്നൊരു സ്ഥലത്തിനടിയിൽ ഡെപ്പോസിറ്റ് ആവുകയും എല്ലാ ദിവസവും മുട്ട ആഹാരത്തിൽ കയറ്റിവിടുകയും ചെയ്തിരിക്കുന്നു. ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ബലമെന്ന് അറിയത്തില്ല. ഇത് വന്നിട്ട് ഈ സ്ഥലത്ത് നിന്നും മുട്ടകൾ എന്തോ മരുന്ന് ഒഴിക്കുമ്പോൾ അത് താഴോട്ട് ദിവസം പ്രതി ഇറങ്ങി വരികയും ഒരു 95% ക്ലീൻ ആവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തലയ്ക്ക് നല്ല ബാലൻസ് കിട്ടുന്നില്ല. തല അപ്പോൾ തന്നെ ഇങ്ങനെ മന്ദീഭവിച്ചു പോകുന്നു. അതിൻ്റെ പേരിൽ പഠിത്തം എല്ലാം കുറയുകയും ചെയ്തിരിക്കുന്നു. ഇത് വന്നിട്ട് ഇപ്പോൾ ദേവി സംസാരിക്കുന്നു. ഇത് വന്നിട്ട് ഇപ്പോൾ അവരുടെ ഉദ്ദേശം അവർക്ക് എന്തോ കേസുണ്ട്, അതിൽ നിന്നും ഒഴിഞ്ഞു മാറണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നതെന്ന്. അതോടൊപ്പം ഇവർക്ക് ഒരു താങ്ങായിട്ട് ഒരാളിനെ പിടിച്ച് ഏൽപ്പിക്കാം എന്നും മനഃപൂർവ്വം ഏൽപ്പിക്കാമെന്നും ഇവർ പറയുന്നു. ഈ 3 സ്ത്രീകളുടെയും ബിസിനസ് അനുസരിച്ച് ഇതൊന്നും തന്നെ ദേവി അംഗീകരിക്കുന്നില്ല. ദേവി പറയുന്നു അവർ വളർന്ന രീതിയിൽ തന്നെ വളരട്ടെ, അവർ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകട്ടെ എന്നാണ് ദേവി പറയുന്നത്. നിങ്ങൾ ചെയ്തിരുന്ന അവസ്ഥയിലും അവർക്ക് അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്ക് ഇപ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങളൊന്നും കിട്ടുന്നില്ല എന്നും അവർക്ക് സ്വയം നിൽക്കാൻ പറ്റുന്നില്ല എന്നുമാണ് ദേവി പറയുന്നത്. ഇത് വന്നിട്ട് അമേരിക്കയിലെ ഏതോ ഒരു പ്രത്യേക മരുന്ന് ആക്റ്റീവായിട്ട് കാണുന്നു. ഈ മരുന്ന് പ്രകാരം ഈ 90% നശിച്ചിരിക്കുന്നു. ഇത് വന്നിട്ട് പ്രായം ഇരട്ടി കാണിക്കും. ഇത് വന്നിട്ട് നാഗദൈവത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്നു, മെഡുല ഒബ്ലങ്കേറ്റ. അല്ലെങ്കിൽ ഇത് കുളിക്കുമ്പോൾ വിരിഞ്ഞ് പാമ്പിൻ്റെ ശക്തിയായിട്ടെടുക്കും വേറെ ആരെങ്കിലും ആണെങ്കിൽ. ഇത് വന്നിട്ട് ഈ സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് ഇത് തന്തസ്ഥാനത്തെ കല്യാണം കഴിക്കണമെന്നും അവനോടുകൂടി താമസിക്കണമെന്നുമായിരുന്നു ആഗ്രഹം. 3 പേർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ജീവിതം കുടുംബത്തിലെ താളിയോലകൾ അംഗീകരിക്കുന്നില്ല. ഇത് പ്രകാരം ഇവർക്ക് എങ്ങനെയെങ്കിലും മകളെ നശിപ്പിക്കണം, ചെറുമകളെ നശിപ്പിക്കണം, കുടുംബത്തെ നശിപ്പിക്കണം എന്ന പേരും പറഞ്ഞ് വെല്ലുവിളിച്ചതിൻ്റെ പേരിൽ ദേവി പറയുന്നു അങ്ങനെയൊന്നും നടക്കത്തില്ല, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ അങ്ങനെ ഇറങ്ങി ഓടുകയില്ല. എന്തോ 7 ദിവസത്തിനകത്ത് അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കണമെന്നാണ് അവർ ശത്രു വെല്ലുവിളിക്കുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങളും നടക്കുകയില്ല എന്ന് എന്തെങ്കിലും കേസോ വഴക്കോ ഉണ്ടെങ്കിൽ അധ്യാപികയോട് അറിയിക്കാൻ ദേവി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നതല്ല, അവർക്കതിൻ്റെ ആവശ്യം ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ മെഡുല ഒബ്ലങ്കേറ്റ് എന്ന സ്ഥലത്തിനടിയിൽ ശേഖരിക്കപ്പെടുന്നത് ബുദ്ധി മന്ദീഭവിപ്പിച്ച് അവർക്ക് പഠിക്കാനും ചിന്തിക്കുവാനുമുള്ള കഴിവ് അപ്പോൾ തന്നെ കുറഞ്ഞു വരുമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് അത് 90% മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തലയുടെ ഭാഗങ്ങളെല്ലാം ഇവർ ബ്ലോക്ക് ചെയ്യുന്ന പൂജകൾ ചെയ്യുന്നു. ഇത് വന്നിട്ട് ഒന്നും തന്നെ നടക്കുകയില്ല. ഇവർ എങ്ങനെയെങ്കിലും ഒരുത്തനുമായിട്ട് ഏതോ ഒരാളുമായിട്ട് അവർക്ക് നിത്യവിരോധിയായിട്ടുള്ള ഒരാളുമായിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ ഇതൊന്നും തന്നെ അധ്യാപികയ്ക്ക് ഇഷ്ടമില്ല. കാരണം അധ്യാപികയുടെ പ്രാർത്ഥനാ ബലമനുസരിച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും നശിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ അധ്യാപിക ഇടപെടുന്നതല്ല. അധ്യാപികയ്ക്ക് ദൈവഹിത പ്രകാരം എങ്ങനെയാണോ ദൈവം അനുവദിക്കുന്ന ദിവസം അതുപോലത്തെ ദിവസങ്ങൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് അവരുടെ ബാക്ക്ഗ്രൗണ്ടാണെന്ന് ദേവി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് 7 ദിവസം എന്തോ അവർ വിലങ്ങിട്ട് പിടിക്കുന്നു. ആ വിലങ്ങൊന്നും അധ്യാപിക മറുപടി നൽകുന്നതല്ല. അങ്ങനെ ഒരു ജീവിതം അവർ പറയുന്നു, മാതാവുമില്ല പിതാവുമില്ല, നല്ല കാലത്ത് ജീവിച്ചില്ല, ഇനിയെങ്കിലും അവൻ്റെ കൂടെ പോയി ജീവിക്കൂ എന്നാണ് പറയുന്നത്.
അങ്ങനെ അധ്യാപികയ്ക്ക് ജീവിക്കേണ്ട കാര്യം ഇല്ല. കോൺവെൻറ്റ് റോഡിലെ അമ്മുമ്മ എല്ലാ മക്കളും നശിച്ച അവസ്ഥയിൽ അവർ പറയുന്നു, ഇവർക്കും ഇത് തന്നെ സംഭവിക്കണം എന്നുള്ള ശാപം. ആ ടീച്ചർ ഇവിടെ കൂടെ പോകുന്നു. ഒരു ദിവസം പപ്പടം വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്കൊരു കൂട്ട് വന്നണഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. ഞാനത് പുറമേ പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ മകളാണ്, അദ്ദേഹം അറിയുകയാണെങ്കിൽ വല്ലതും പറയും എന്നാണ് അവർ പറയുന്നത്. ആ മുക്കിൽ ഇരുന്ന് പപ്പടം വിൽക്കുന്ന അമ്മുമ്മയായിട്ടാണ് പറയുന്നത്. ഹൈന്ദവ പ്രകാരം അവർ ഒരു ദിവസം എവിടെയോ താമസിക്കുമ്പോൾ, തിരുവനന്തപുരത്തോ എവിടെ താമസിക്കുമ്പോൾ പപ്പടം ചോദിച്ചു. ആനപ്പപ്പടം ഞാൻ കൊടുത്തു എന്നും അതിന് ശേഷം അവർക്ക് അന്നേ ദിവസം തന്നെ ഒരു കൂട്ട് വന്നണഞ്ഞു എന്നും അവർക്ക് വീടില്ലായിരുന്നു എന്നും അവർ പറയുന്നു എന്നാണ് പറയുന്നത്. അത് കോൺവെൻറ്റിലെ ആകാശിൻ്റെ അമ്മ യുടെ ബന്ധുവാണെന്നും റെയിൽവേ ലൈനിനടുത്ത് മരം കെട്ടി തൂക്കിയിട്ട് താമസിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. ആകാശിൻ്റെ ബന്ധു, അതായത് അവിടുത്തെ സെർവൻ്റാണ്. ആകാശിൻ്റെ അമ്മ എന്ന് പറയുന്നത് സെർവൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ശത്രു തലമുടി വെട്ടി ദൂരെ കളയുക, വായിലൊഴിക്കുക, ഇതൊന്നും തന്നെ എന്ത് ചെയ്താലും അധ്യാപിക അനങ്ങുകയില്ല എന്ന് മനസ്സിലാക്കുന്നു. പ്രാർത്ഥനയിൽ നിൽക്കുന്നത് കൊണ്ട്, പ്രാർത്ഥനാ സമയമായതുകൊണ്ട്, കോൺസെൻട്രേഷൻ ഫുൾ പ്രയറിലായതുകൊണ്ട് ഒരു കാരണവശാലും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയില്ല. ഒരാഴ്ചയോ 2 ആഴ്ചയോ 10 ആഴ്ചയോ ഉണ്ടായിരുന്നാലും നടക്കുകയില്ല എന്ന് അധ്യാപികയോടൊപ്പം കരിനീലി ദേവി, കല്ലടിക്കോടൻ കരിനീലി ദേവി അറിയിക്കുന്നു. ഓം നമോ നാരായണായ.